EDA ഇലക്ഷൻ ഡ്യൂട്ടി എന്ന് പറയാറുണ്ട്. അതുപോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ മാധ്യമങ്ങളും ഇലക്ഷൻ ഡ്യൂട്ടിയുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ഭാഗമായി വളരെ രസകരവും വിചിത്രവുമായ പല കാര്യങ്ങളും നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അതിൻ്റെ ഒരു ഉദാഹരണം വന്നു. നമ്മുടെ ദേശീയ മാധ്യമമായ NDTVയുടെ ഒരു സർവേയാണ്. ആ സർവേയുടെ NDTV എന്ന് പറയുമ്പോൾ നമുക്ക് തെറ്റിദ്ധാരണയൊന്നും ഉണ്ടാവരുത്. അതിൻ്റെ സ്ഥാപകരുടെ ലക്ഷ്യങ്ങളിൽ നിന്നും വളരെയേറെ മാറി ഇപ്പോൾ ഒരു പ്രമുഖ കോർപ്പറേറ്റിൻ്റെ, അതായത് അദാനിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ചാനലാണ് NDTV. അതിൻ്റെ ഒരു സർവേ എന്ന പേരിൽ ഇന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ, അത് നമ്മുടെ അതിൻ്റെ ജനപ്രീതിയെ സംബന്ധിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ, അത് പലരും അതിനോടുള്ള പ്രതികരണങ്ങളൊക്കെ വളരെ രസകരമായ പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം പറയുമ്പോൾ ഈ മാധ്യമങ്ങളെ പറ്റി നാം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും, പ്രത്യേകിച്ച് ഇന്ത്യയിലെ മാധ്യമങ്ങളെ പറ്റി. ജനാധിപത്യത്തിൻ്റെ 4-ാം തൂൺ എന്നാണ് മാധ്യമങ്ങളെ പൊതുവെ വിശേഷിപ്പിക്കുന്നത്. അത് ശരിയാണ്. ജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിലും പ്രതിഫലിപ്പിക്കുന്നതിലും മാധ്യമങ്ങൾക്കുള്ള സവിശേഷമായ ഉത്തരവാദിത്വം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ 4-ാം തൂൺ എന്ന് പറഞ്ഞ് തെറ്റില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ എത്രത്തോളം ഇക്കാര്യത്തിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട്? ലോകത്തെ മാധ്യമങ്ങളെ പറ്റിയും നമുക്ക് പറയാറുണ്ട്. പക്ഷേ തൽക്കാലം നമുക്ക് ഇന്ത്യയിലേക്ക് ചുരുങ്ങാം. ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും വിശാലമായ താല്പര്യങ്ങൾ ഈ മാധ്യമങ്ങൾ സംരക്ഷിക്കുന്നുണ്ടോ? മാധ്യമങ്ങളിലെ അജണ്ട നിർണ്ണയിക്കുന്നത് ആരാണ്? വാർത്താ മാധ്യമങ്ങളിൽ എഡിറ്റർമാരുടെ റോൾ ഇപ്പോൾ എന്താണ്? ഇത്തരം ചോദ്യങ്ങൾ വ്യാപകമായി ഉയരുന്നുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ പലതരം ഉൽപ്പന്നങ്ങൾ ഒന്നു മാത്രമായി മാറിയിരിക്കുകയാണ്. പ്രമുഖ മാധ്യമപ്രവർത്തകൻ സായിനാഥിനെ പോലുള്ളവർ പലപ്പോഴും ഇതിൻ്റെ വിപത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പണ്ട് ദേശീയ മാധ്യമങ്ങൾ പലതും പത്രാധിപന്മാരുടെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്നിപ്പോൾ ഇംഗ്ലീഷ്, ഹിന്ദി മാധ്യമങ്ങളിലെ ആരുടെയെങ്കിലും എഡിറ്റർ ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ട മാധ്യമ നിരീക്ഷകർക്ക് പോലും പെട്ടെന്ന് ഓർമ്മ വരണമെന്നില്ല. നമ്മുടെ ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തനത്തിന് ഏതാണ്ട് 200-ൽ പരം വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. 1822 രാജാറാം മോഹൻ റായിയാണ് മിരാദുൽ അഖ്ബാർ എന്ന പേരിൽ ഒരു വാർത്താപത്രം തുടങ്ങിയത്. അതിൽ അങ്ങനെയുള്ള വലിയ മഹത്തായ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. മിരാദുൽ അഖ്ബാറിൽ മോഹൻ റോയ് അന്നത്തെ വിദ്യാസമ്പന്നരോട് തൻ്റെ രാഷ്ട്രീയ സാമൂഹിക വീക്ഷണം വിശദീകരിച്ചു. സാമൂഹിക പരിഷ്കരണ ചിന്തകൾ പ്രചരിപ്പിക്കാനും സതിയടക്കമുള്ള അനാചാരങ്ങൾക്കെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ആ പത്രത്തിലെ മുഖപ്രസംഗങ്ങൾ വഴിയൊരുക്കി. നമ്മുടെ എക്കാലത്തെയും മികച്ച മാധ്യമപ്രവർത്തകരിൽ ഒരാളായിരുന്നു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. ദക്ഷിണാഫ്രിക്കയിലായിരിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ പത്താം സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തിരുന്നു. ഇന്ത്യയിലെത്തിയ ശേഷം യങ് ഇന്ത്യ, നവജീവൻ എന്നിവ വഴി ഗാന്ധിജി ആശയപ്രചരണം സജീവമാക്കി. ഹരിജൻ ബന്ധു, ഹരിജൻ സേവക് എന്നീ പ്രസിദ്ധീകരണങ്ങൾക്കും തുടക്കമിട്ട ഗാന്ധി പരസ്യങ്ങൾക്കെതിരായിരുന്നു. പ്രസിദ്ധീകരണങ്ങൾക്ക് പരമാവധി പ്രചാരം, അതുവഴി ആവശ്യമായ വരുമാനം എന്നതായിരുന്നു ഗാന്ധിജിയുടെ ഒരു ആശയം. ലാഭം കൊയ്യാനുള്ള മാർഗമായി മാധ്യമങ്ങളെ കാണരുതെന്ന് ഗാന്ധി നിഷ്കർഷിച്ചിരുന്നു. പരസ്യ വരുമാനം മുഖ്യ വരുമാന മാർഗമായി കാണുന്നതിനെ ഗാന്ധി നിശ്ചിതമായി വിമർശിച്ചിരുന്നു. ഇന്നത്തെ അവസ്ഥയെ കാണുമ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു മുത്തശ്ശിക്കറ പോലെ തോന്നും. അതേപോലെ തന്നെ നമ്മുടെ പല പ്രസിദ്ധീകരണങ്ങൾ, ഇത് ഹിന്ദു പോലുള്ള ചില പത്രങ്ങൾ ഇന്ത്യയിൽ തുടങ്ങിയതും ദേശാഭിമാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. കേരളത്തിലും ചില പത്രങ്ങൾ ആ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഇന്നൊക്കെ ഒരു പഴങ്കഥ മാത്രമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പഴയ സ്വാതന്ത്ര്യ സമര ചരിത്രം പരിശോധിക്കുമ്പോൾ 1885 ബോംബെ കോൺഗ്രസ് സമ്മേളനത്തിൽ 4 പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത്. അതിലൊന്ന് അവതരിപ്പിച്ചത് ഇത് ഹിന്ദു എഡിറ്റർ സുബ്രഹ്മണ്യ അയ്യർ, ഫിറോസ് മേത്ത, പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ, CR ദാസ് തുടങ്ങിയവർ ചേർന്നായിരുന്നു. പിന്നെ AICCയുടെ പ്രസിഡന്റുമാരായിരുന്ന 10 പേരെങ്കിലും പത്രാധിപന്മാരോ പത്രം സ്ഥാപിച്ചവരോ ആയിരുന്നു. ഇതൊക്കെയാണ് രാജ്യത്തെ മാധ്യമപ്രവർത്തനത്തിൻ്റെ മഹത്തായ ചരിത്രം. പക്ഷേ ഇന്നിപ്പോൾ അത് അങ്ങനെയാണോ സ്ഥിതി? സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാന ഘട്ടത്തിൽ 1920-കളും 30-കളും ആയപ്പോൾ തന്നെ ഈ മൂലധനത്തിൻ്റെ താല്പര്യങ്ങൾ മാധ്യമമേഖലയിൽ പിടിമുറുക്കാൻ തുടങ്ങി. ടാറ്റ, സ്റ്റേറ്റ്സ്മാൻ, ബിർള, ഹിന്ദുസ്ഥാൻ ടൈംസും കാമാസ്, ബോംബെ ക്രോണിക്കിളും, ജെയിൻ ഗ്രൂപ്പ്, ടൈംസ് ഓഫ് ഇന്ത്യയൊക്കെ പിടിച്ചെടുത്തു. അവർ അതിൻ്റെയൊക്കെ ഉടമകളായി. അന്നത്തെ കോൺഗ്രസ് സർക്കാരുകളെ ഇവർ സ്വാധീനിക്കാൻ തുടങ്ങി. എന്നിരുന്നാൽ പോലും അന്ന് പത്രാധിപന്മാർക്ക് സ്ഥാനമുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥയിലാണ് പിന്നീട് മാധ്യമ സ്വാതന്ത്ര്യം ഒരു വലിയ ഭീഷണി നേരിട്ടത്. അടിയന്തരാവസ്ഥക്കെതിരെ ധീരമായ നിലപാട് സ്വീകരിച്ചവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കെല്ലാം അറിയാം. ഇത്തരം അപജയങ്ങൾ പാഠമായെങ്കിലും 1980-കളിലും മാധ്യമങ്ങൾ കോർപ്പറേറ്റുകൾക്കും സർക്കാരുകൾക്കൊന്നും പൂർണ്ണമായി വഴങ്ങിയില്ല. പക്ഷേ ടെലിവിഷൻ വന്നതോടെ സ്ഥിതിയാകെ മാറി. 91-ൽ അധികാരത്തിൽ വന്ന നരസിംഹറാവു സർക്കാർ ഉദാരവൽക്കരണ പാതയിലേക്ക് നീങ്ങിയതോടെ മാധ്യമങ്ങളും ഒരു വാണിജ്യ താല്പര്യങ്ങൾക്ക് പൂർണ്ണമായി വഴങ്ങിക്കൊടുത്തു. കോർപ്പറേറ്റ് വീക്ഷണങ്ങൾ പൂർണ്ണമായി മാധ്യമങ്ങളിൽ നിയന്ത്രണത്തിൽ, മാധ്യമങ്ങൾ പൂർണ്ണ ആധിപത്യം നേടുന്ന സ്ഥിതിയെത്തി. സാംസ്കാരിക അധിനിവേശത്തിന് അതുവഴി വഴിയൊരുങ്ങി.
വാണിജ്യവൽക്കരണത്തിൽ അധിഷ്ഠിതമായ ധാരാളം പരിപാടികൾ മാധ്യമങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. ജനങ്ങളിൽ അളവില്ലാത്ത ആഗ്രഹങ്ങളാണ് ഇത് സൃഷ്ടിച്ചത്. സമ്പന്ന വർഗ താല്പര്യങ്ങൾക്ക് അനുസൃതമായ പ്രമേയം മാധ്യമങ്ങളിൽ നിറഞ്ഞു. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യവും സംസ്കാരവും ദേശീയോദ്ഗ്രഥനവും ഇതെല്ലാം പഴങ്കഥകളായി മാറി. ഒറ്റ അച്ചിൽ തീർത്ത പരിപാടികൾ രാജ്യത്താകെ പ്രചരിപ്പിക്കപ്പെട്ടു. എന്ന് മാത്രമല്ല, ജനാധിപത്യം, ഈ പരമാവധി ജനപങ്കാളിത്തമുള്ള രാഷ്ട്രീയം എന്നത് ഒരു കുഴപ്പം പിടിച്ചതാണ്. ഒരു ശക്തനായ ഭരണാധികാരി വേണം, തീവ്ര ദേശീയത, രാജ്യസ്നേഹികളെന്നുള്ള വളരെ മഹത്തായ രാജ്യസ്നേഹിക്കുന്ന മഹത്തായ സങ്കല്പത്തിൽ ചില വ്യാഖ്യാനങ്ങളൊക്കെ വരുത്തി ഭയങ്കര സംഗതികളെ കൊട്ടിഘോഷിച്ചു. ഈ ഉദാരവൽക്കരണം എന്നത് രാജ്യത്തെ രക്ഷിക്കാനുള്ളൊരു സംഭവമേ മാറി. അതിൻ്റെ തുടർച്ചയായിട്ട് വന്നു. പിന്നീട് നമ്മുടെ രാഷ്ട്രീയത്തിൽ സംഘപരിവാറും BJP ആധിപത്യം നേടിയതോടെ സംഗതിയാകെ കുഴപ്പത്തിലായി. എന്ന് മാത്രമല്ല, UPA സർക്കാരിൻ്റെ കാലത്ത് കുറേ അഴിമതികൾ വന്നു. ഈ അഴിമതികൾ വന്നപ്പോൾ അത് മൻമോഹൻ സിംഗ് സർക്കാരിനെ പിടിച്ചുലച്ചപ്പോൾ അദ്ദേഹം ആ സർക്കാരിന് കുറേ നിയമ നടപടികൾ സ്വീകരിക്കാൻ നിർബന്ധിതരായി. അതോടെ കോർപ്പറേറ്റുകളും മാധ്യമങ്ങളും അവരിൽ നിന്ന് അകലുകയും പൂർണ്ണമായും മറുപാളത്തിലേക്ക് വരികയും BJPയുടെ അച്ഛേദിൻ പ്രചാരണം മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നീട് ഉണ്ടായതെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ മാധ്യമങ്ങൾ എന്താണ്, ഈ ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമ മേഖല പൂർണ്ണമായും BJPയുടെ കയ്യിലായി. നമ്മുടെ പ്രാദേശിക ഭാഷയിലുള്ള മാധ്യമങ്ങളിലേക്കും ഇവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ലക്ഷണമാണ് നമ്മുടെ മലയാള മാധ്യമങ്ങളിലും കാണുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നേരത്തേക്ക് വൻകിട മുതലാളിമാർക്ക് മാധ്യമങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ കോർപ്പറേറ്റുകളുടെ ഒരു വകുപ്പ് എന്ന നിലയിലാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ അംബാനിയുടെ അദാനിയുടെയും നിയന്ത്രണത്തിലാണ് ബഹുഭൂരിപക്ഷം ഇന്ത്യയിലെ മാധ്യമങ്ങളും. പത്രാധിപന്മാർക്കൊന്നും ഒരു പങ്കില്ല. കമ്പനി ഡയറക്ടർ എന്നുള്ള അവരുടെ എഡിറ്റർ എന്നുള്ള രീതിയിലാണ് വരുന്നത്. വാർത്ത എന്നത് സ്റ്റോറി അല്ലെങ്കിൽ ഫയൽ എന്നൊക്കെയായി മാറി. ഉള്ളടക്കം എല്ലാം കണ്ടൻ്റാണ് ഇതിൻ്റെ ഒരു സംഭവം. പരസ്യ വരുമാനം ആണ് പ്രധാന സംഭവം. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നമുക്ക് അഭികാമ്യമല്ലാത്ത ഒരുപാട് മത്സരങ്ങൾ ഉണ്ടാവുകയും മാധ്യമപ്രവർത്തനം തന്നെ ഒരു നിലവാര തകർച്ചയിലേക്ക് മാറുകയൊക്കെ ചെയ്ത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലയാളത്തിലും ഇതിൻ്റെ ഗതികൾ ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് വരുന്ന വാർത്തകൾ വളരെ പൊള്ളയായ വാർത്തകൾ, അതേസമയം ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ, ഇപ്പോൾ പാർലമെൻറ്റിൽ തന്നെ ഇൻഷുറൻസ് സ്വകാര്യവൽക്കരണം അല്ലെങ്കിൽ ഈ ആണവോർജ്ജ മേഖല തുറന്നു കൊടുക്കൽ, ഇത്തരം വിഷയങ്ങൾ, തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കൽ, ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടായ നിയമനിർമ്മാണം സംബന്ധിച്ച് ഏത് മാധ്യമമാണ് ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ ഏത് മാധ്യമമാണ് ഗൗരവമായ ഒരു ആശങ്ക പ്രകടിപ്പിച്ചത്? അതേസമയം വളരെ ഒരുപുളമായ വിഷയങ്ങൾ ഈ നമ്മുടെ അക്ഷയ തൃതീയ പോലത്തെ സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ പരസ്യ താല്പര്യമുള്ള സംഭവങ്ങളെല്ലാം വൻതോതിൽ ആഘോഷിക്കുകയാണ്. പത്രപ്രവർത്തകരെല്ലാം ഒരു അഡ്വറ്റോറിയലിലേക്ക് മാറുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഈ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച് വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ സാധ്യത സംബന്ധിച്ച് വരുന്ന വാർത്തകൾ, ഇതെല്ലാം കണ്ടാൽ തന്നെ നമുക്കറിയാം. ഏതെങ്കിലും കോൺഗ്രസ്, BJP തുടങ്ങിയ കോർപ്പറേറ്റ് നിയന്ത്രണ രാഷ്ട്രീയ പാർട്ടികളുടെ വാർത്തകൾ, അതിൻ്റെ റിലീസുകൾ, അവർ കൊടുക്കുന്ന റിലീസുകൾ അതേപോലെ പ്രസിദ്ധീകരിക്കുന്ന ഒരു സംവിധാനമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കമ്പോള ശക്തിയെ ചെറുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാന സർക്കാരും ഒക്കെ ഈ മാധ്യമങ്ങളുടെ ശത്രുക്കളാണ്. അവർ ഈ മൂലധന ആധിപത്യത്തെ ചെറുക്കുന്ന, അതിനെ എതിർക്കുന്ന സംസ്ഥാന സർക്കാരുകളൊക്കെ സത്യം പറഞ്ഞാൽ അവർക്ക് ശത്രുക്കളാണ്. അതാണ് കേരളത്തിലെ LDF സർക്കാർ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി. നമുക്ക് തോന്നുന്നു എന്തുകൊണ്ടാണ് ഇവർ LDFനെ എതിർക്കുന്നത്, അല്ലെങ്കിൽ CPIMനെ എതിർക്കുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളെ എതിർക്കുന്നത്? ഇതിനെല്ലാം പിന്നെ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. അവർക്ക് മൂലധന താല്പര്യങ്ങളാണ് ഈ മാധ്യമങ്ങളുടെ പ്രധാന സംഭവം. അതിനെ വരാൻ ജനകീയ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സർക്കാരുകളൊക്കെ ഇവർക്ക് എതിരാണ്. ഇപ്പോൾ വെനിസ്വേലയിൽ അമേരിക്ക നടത്തിയ അധിനിവേശം, അമേരിക്ക നടത്തിയ അധിനിവേശം എന്ന് വെച്ചാൽ കൃത്യമായും വാണിജ്യ താല്പര്യങ്ങളും അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഒരു കടന്നാക്രമണത്തിൻ്റെ ഒരു തുടർച്ചയും ആണെന്ന് പൊതുവെ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട്. അതിന് നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് അതിനെ ഒരു മഹത്വവൽക്കരിക്കുന്ന രീതിയിലാണ് നമ്മുടെ മാധ്യമങ്ങൾ കണ്ടത്. ഇതെല്ലാം ഒരു ലക്ഷണങ്ങൾ മാത്രമാണ്, മാധ്യമ മേഖലയെ ബാധിച്ച രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ മാത്രമാണ്. ഇത് തിരിച്ചറിയാൻ നമ്മുടെ ജനങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ വലിയൊരു വിപത്തിലേക്കാണ് നമ്മുടെ സമൂഹം നീങ്ങുന്നത്. അല്ലാതെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുന്നണിയുടെ വിജയമോ പരാജയമോ മാത്രമൊന്നുമില്ല. ജനകീയ താല്പര്യങ്ങൾ മുഴുവൻ അട്ടിമറിക്കുകയും മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന മൂലധന ശക്തികളുടെ താല്പര്യങ്ങൾ മുൻകൈ നേടുകയും അവർക്ക് ഇത് ഏതാനും ചില പണമിടപാടുകൾ മാത്രമൊന്നുമല്ല, മാധ്യമങ്ങളുടെ മൊത്തത്തിലുള്ള പ്രവർത്തന രീതി മാറിയതിൻ്റെ ലക്ഷണങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പല വാർത്തകൾക്കും ലഭിക്കുന്ന ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒന്നും പരസ്യമൊന്നും ഇവർക്കൊരു പ്രശ്നമല്ലാതെ മാറിയിരിക്കുക. എന്ന് വെച്ചാൽ വൻകിട കമ്പനികളുടെ പരസ്യങ്ങൾ, അവരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രചാരം, ഇതെല്ലാം ഈ മാധ്യമങ്ങളുടെ താല്പര്യങ്ങൾക്കും അവരുടെ വാർത്താ പ്രചാരണ ശൈലിക്കും പിന്നിലുണ്ട്. അപ്പോൾ ഇത് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു വലിയ ശ്രമം നമ്മുടെ നാട്ടിലുണ്ടാകേണ്ടതുണ്ട്.
ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടി പറയുകയാണ്, അല്ലെങ്കിൽ ഒരു വലിയ വിപത്തിലേക്കാണ് നാം പോവുക.